മറ്റൊരു അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റം ഒരാളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയിരിക്കുകയാണ് ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ്. CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നിരിക്കുകയാണ്. BJPയുടെ വികസന മുദ്രാവാക്യത്തിൽ ആകർഷിക്കപ്പെട്ടാണ് ഇടതുപക്ഷം വിട്ടത് എന്നാണ് റെജി ലൂക്കോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അതുമാത്രമല്ല, കടുത്തുരുത്തിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടുന്നത് പുതിയൊരു കാര്യമേ അല്ല. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ഒരു കാലുമാറ്റത്തിന് ഇന്ന് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ സാക്ഷ്യം വഹിച്ചു. ഇന്ന് രാവിലെ 11 മണി വരെ ഇടത് സഹയാത്രികനായിരുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി വാദൗരാതെ വാദിച്ച റെജി ലൂക്കോസ് BJP അംഗമായി. കഴിഞ്ഞ 35 വർഷമായുള്ള ഇടതുപക്ഷത്തോടൊപ്പമുള്ള യാത്രയാണ് മാരാർജി ഭവനിൽ റെജി ലൂക്കോസ് അവസാനിപ്പിച്ചത്. രാഷ്ട്രീയ കാരണം റെജി ലൂക്കോസ് വിശദീകരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മളെന്നും യുദ്ധപ്രഖ്യാപനങ്ങളാകുന്നത്. പക്ഷെ പുതിയ തലമുറ അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ആ മാനസികമായിട്ടുള്ള മാറ്റം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ BJPയിൽ ചേർന്നതാണ്. കഴിഞ്ഞ 7 വർഷമായി താൻ CPM അംഗമാണെന്ന് റെജി ലൂക്കോസ് വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇടതുപക്ഷം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്നാണ് ഇടതുപക്ഷവുമായുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള കാരണമായി റെജി ലൂക്കോസ് പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം എന്താ? എന്നെ സംബന്ധിച്ചോളം ഈ യാത്ര തുടരുമ്പോഴും ഈ സമീപകാലത്ത് വന്ന വ്യതിയാനങ്ങൾ വർഗീയപരമായിട്ടുള്ള നഗ്നമായിട്ട് കേരളത്തിലെ അതായത് CPM-നെ പോലെ ഒരു പാർട്ടി പറയാൻ പാടില്ല അതിനുള്ള വർഗീയതകൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് നമ്മൾ കുറെ നാളുകളായിട്ട് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിയെന്ന് തോന്നിയപ്പോൾ ആ ശരിയിലേക്ക് ഞാൻ മാറിയത് മാത്രമല്ല വേറെ ഒരു റെജി ലൂക്കോസിനെ BJP സംസ്ഥാന നേതൃത്വം പാർട്ടിയിലേക്ക് എത്തിച്ചതിന് വേറെയും മാനങ്ങളുണ്ട്. കാരണം ആ പത്രസമ്മേളനം തന്നെയാണ് ഏറ്റവും പ്രധാനം. രണ്ടു വശത്തായി രാജീവ് ചന്ദ്രശേഖറിന്റെ വശത്തായി ക്രൈസ്തവ മുഖങ്ങളായി പാർട്ടി അവതരിപ്പിക്കുന്ന അനൂപ് ആന്റണിയുടെയും ഷോൺ ജോർജിന്റെയും സാന്നിധ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും റെജി ലൂക്കോസിന്റെ കടന്നുവരവ് ന്യൂനപക്ഷങ്ങൾ BJPയിലേക്ക് ഒരു മടിയും കൂടാതെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന വികസന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് വരുന്നു എന്ന സന്ദേശം നൽകുക കൂടിയാണ് BJP ചെയ്തിരിക്കുന്നത്. ക്യാമറമാൻ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.